रास्ता है, राम भारत का आधार है, राम भारत का विचार है, राम भारत का विधान है. എല്ലാവർക്കും നമസ്കാരം. രാമായണ മാസമായ ഇപ്പോൾ രാമമന്ത്രത്തിൻ്റെ ആത്മീയവും രാഷ്ട്രീയവുമായ സ്വാധീനവും പ്രാധാന്യവും നമുക്ക് പരിശോധിക്കാം. ജഗദീശ്വരനായ ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പേ രാമമന്ത്രം ഉണ്ടായിരുന്നു. രത്നാകരൻ എന്ന മോഷ്ടാവും പ്രാകൃതനുമായ മനുഷ്യനെ നാരദ മഹർഷി രാമമന്ത്ര ദീക്ഷ നൽകുകയും രത്നാകരൻ ആ രണ്ടക്ഷര മന്ത്രത്തെ ജപിച്ച് കൊടും തപസ് ചെയ്ത് വാൽമീകി എന്ന മഹാമുനി ആയിത്തീരുകയും ചെയ്തു. എന്താണ് അതിൻ്റെ പൊരുൾ? വേറൊന്നുമല്ല, രാമ എന്ന മന്ത്രം ആ പാപിയായ മനുഷ്യനെ ഒരു പുണ്യാത്മാവാക്കി മാറ്റി. അതാണ് രാമമന്ത്രത്തിൻ്റെ ശക്തി. നിങ്ങൾ രാമായണം മുഴുവൻ കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് രാമ എന്ന മന്ത്രം രാമ 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 എന്ന് സദാ ജപിക്കുകയാണ് വേണ്ടത്. ഈ വർഷം ഇപ്പോൾ തുടങ്ങി അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും ദൃഢനിശ്ചയത്തോടുകൂടി രാമമന്ത്രം ഒരു 2 ലക്ഷം തവണ നിങ്ങൾ ജപിച്ചു നോക്കൂ. തീർച്ചയായും നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായി തീർന്നിട്ടുണ്ടാകും. ഒരു സംശയവും വേണ്ട. ഇന്ത്യ ഭരിക്കാൻ BJP എന്ന പാർട്ടിയെയും പ്രധാനമന്ത്രിമാരാകാൻ വാജ്പേയിയെയും നരേന്ദ്രമോദിയെയും പ്രാപ്തരാക്കിയതും ശ്രീരാമജയം അഥവാ ജയ് ശ്രീറാം എന്ന മഹാമന്ത്രമാണ്. കോടിക്കണക്കിന് പ്രവർത്തകർ രാമമന്ത്രം ഉറക്കെ ജപിച്ചതിൻ്റെ ഫലമായി സാക്ഷാൽ ശ്രീരാമൻ്റെ അനുഗ്രഹത്താൽ നിയോഗിക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. राम भारत का प्रताप है, राम प्रभा है, राम प्रभाव है. എന്നാൽ മുരുകയുഗം എന്ന പേരിലുള്ള ഒരു തട്ടിപ്പ് സംഘം മുരുകൻ പറയും മോഡി അനുസരിക്കും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇത്തരക്കാരിൽ നിന്ന് രക്ഷപ്പെടുന്നത് നന്നായിരിക്കും. ഇനി രാമമന്ത്രത്തിലൂടെ നടന്ന ഒരു അത്ഭുത സംഭവം കൂടി പറയാം. മഹാഗുരുവായ ലാഹിരി മാഷീന് ജന്മന അന്ധനായ രാമു എന്ന പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. ക്രിയായോഗ ധ്യാനത്തിലൂടെ അകക്കണ്ണിൽ അനേകം ഈശ്വര ദർശനമുള്ള ഒരു ശിഷ്യനായിരുന്നു രാമു. മറ്റു ശിഷ്യന്മാരുടെ നിർബന്ധപ്രകാരം ഒരു ദിവസം രാമു ലാഹിരി മാഷേനോട് തനിക്ക് ഭൗതിക ലോകത്തിൻ്റെ സൗന്ദര്യവും സൂര്യോദയവും കാണുവാൻ ആഗ്രഹമുണ്ടെന്ന് വിനയത്തോടെ അഭ്യർത്ഥിച്ചു. ഇത് കേട്ട ലാഹിരി മാഷേൻ ചിരിച്ചുകൊണ്ട് തനിക്ക് അത്തരത്തിലുള്ള അത്ഭുത സിദ്ധികളൊന്നും ഇല്ലെന്ന് പറഞ്ഞെങ്കിലും കരുണാമയനായ ആ ഗുരു തൻ്റെ ശിഷ്യൻ്റെ ഇഷ്ടദേവനായ ശ്രീരാമൻ്റെ മന്ത്രം രാമുവിനോട് 7 ദിവസം ക്രിയായോഗിയിലൂടെ നിരന്തരം ധ്യാനിക്കുവാനും ജപിക്കുവാനും ഉപദേശിച്ചു. 7-ാം ദിവസം ലാഹിരി മാഷേൻ രാമമന്ത്രം ജപിച്ചുകൊണ്ട് രാമുവിൻ്റെ ഭ്രൂമധ്യത്തിൽ സ്പർശിച്ചുകൊണ്ട് ജന്മന അന്ധനായ രാമുവിനെ കാഴ്ചശക്തി നൽകി. അതാണ് രാമമന്ത്രത്തിൻ്റെയും ക്രിയായോഗിയുടെയും ഗുരുവിൻ്റെയും മഹത്വം. നിങ്ങളുടെ ഇഷ്ടദേവത ദർശനത്തിന് ക്രിയായോഗ പോലെ മറ്റൊരു വിദ്യ ലോകത്തോ ഇന്ത്യയിലോ ഇല്ല. ഇന്ത്യയുടെ അതിപുരാതനമായ യോഗവിദ്യയായ ക്രിയായോഗയെക്കുറിച്ച് അറിയുവാൻ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഹരി ഓം തത്സത്. राम नित्यता भी है, राम निरंतरता भी है, राम विभु है, विशद है, राम व्यापक है, विश्व है, विश्वात्मा है.